ഹലോ, റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ള കേക്കുമായിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ട് വെക്കുന്നുണ്ട്, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഞാൻ അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ കേട്ടോ. അപ്പോൾ അതും കൂടെ 3ഉം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിതിലോട്ട് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ, ബേക്കിംഗ് സോഡ ആവശ്യമില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതി. ഇനി അഥവാ ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു 2 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാവേ. ഇനി നമ്മൾ ഒരു ബൗളിലോട്ട് ഒരു 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, നമ്മളിപ്പോൾ വിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. വിസ്ക് തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല, ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വിസ്ക് എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ തേന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അതിൽ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ആ ഒരു പഞ്ചസാര നമ്മൾ ചേർത്തത് ഒന്ന് അതിൽ നന്നായിട്ട് മിക്സായാൽ മാത്രം മതി. ഇനി അതിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവുകയാണ്. നമ്മളെ പൊടിയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് പാലും കുറേശ്ശെ ആയിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പാല് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നമ്മളെ പൊടി ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ പാലും കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെ ആക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലോട്ടുള്ള ചോക്ലേറ്റ് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ട ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അതല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഈ ചോക്ലേറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് ജാം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതാ 1 ടീസ്പൂൺ ബട്ടർ ഉണ്ടാവും കേട്ടോ. ഇത് ആ ഒരു ബട്ടർ ഞാനിവിടെ ഇതിൽ വെച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ബട്ടർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ സമയമാകുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ചോക്ലേറ്റ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻകേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഓയിലാക്കി കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല കേട്ടോ. നേരെ ജസ്റ്റ് ഇതാ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 30 സെക്കൻഡ് മതിയാവും, അത്രയും സമയം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഇതാ ഇതുപോലെ ബബിൾസ് ഇങ്ങനെ വരുവേ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ബ്രൗൺ കളർ വരണം കേട്ടോ, അപ്പോൾ അതാണ് ഒരു കാണാനൊരു അതിൻ്റെ ഒരു ഭംഗി.
അതിന് ശേഷം വേഗം റെഡി ആവുമേ. എന്നിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നൊരു കാര്യം കൂടെ, ഇപ്പോൾ നമ്മൾ ഇതിലോട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടാണല്ലോ. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസ് ചെയ്യാം. അങ്ങനെ ലൂസാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ഉള്ളിലായിട്ട് ഫില്ലിങ് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ചോക്ലേറ്റ് ഫില്ലിങ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പാൻ കേക്കായിട്ട് എടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഓരോ സ്പൂണ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിന് മുകളിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പാൻ കേക്ക് എടുത്തിട്ട് അതിന് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും. ബീറ്റർ ഇല്ലയെന്നോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള ഒരു പാത്രങ്ങൾ ടിന്നുകളില്ലെന്നോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന നമ്മുടെ പാനിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നമ്മളിവിടെ മുഴുവനായിട്ട് ഇപ്പം ഫില്ലിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിരിക്കും കേട്ടോ ഇത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ കമൻസൊക്കെ കാണുന്നതാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.